മഴതോരും മുൻപയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എത്ര മുട്ടി വിളിച്ചിട്ടും ഷെറിൻ ഡോറ് തുറക്കാത്തതിനാൽ അലീന ഭയപ്പെട്ട് സ്റ്റാൻലിയെ വിളിച്ചു കൊണ്ടുവന്നു. സ്റ്റാൻലി വരുന്നതിനിടയിൽ അലീനെ ശാസിച്ചു. ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ ഷെറിനെ കൂട്ടിക്കൊണ്ടുവന്നാലുള്ള കുഴപ്പങ്ങൾ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വേണ്ട എന്ന്. ഇതിപ്പോൾ സമാധാനം നഷ്ടപ്പെട്ടില്ലേ? സ്റ്റാൻലി വന്ന് ഡോറിൽ ശക്തിയായി ഇടിച്ചിട്ടും ഷെറിൻ വാതിൽ തുറന്നില്ല. സ്റ്റാൻലി ഭീഷണിപ്പെടുത്തി നോക്കി, എന്നിട്ടും രക്ഷയില്ല. എന്തെങ്കിലും കുഴപ്പമാണോ വല്യപ്പച്ച? അലീനയ്ക്ക് പേടിയായി. പുനലൂർ വെച്ച് ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നോ? ആദ്യമൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു, പിന്നെ ഞങ്ങൾ അകത്തെ പൂട്ടെടുത്ത് കളഞ്ഞതോടെ അത് നിർത്തി. സ്റ്റാൻലി പുറത്തിറങ്ങി നോക്കി കേട്ടോ. ജനലിൽ നിന്ന് നോക്കിയപ്പോൾ അകത്തൊന്നും കാണാൻ കഴിയുന്നില്ല. അപ്പോൾ സ്റ്റാൻലി പറഞ്ഞു, അലീന പെട്ടെന്ന് എന്തെങ്കിലും എടുത്തിട്ട് വാ, നമുക്ക് ഈ... അലീന മുറ്റത്ത് നിന്നും ഒരു കല്ലെടുത്ത് കൊണ്ടുവന്ന് സ്റ്റാൻലിക്ക് കൊടുത്തു. സ്റ്റാൻലി അത് ജനലിനിടിച്ച് ഗ്ലാസ് പൊട്ടിച്ചു. അകത്തെ കർട്ടൻ നീക്കി നോക്കിയപ്പോൾ ഷെറിൻ കട്ടിലിൽ ചമരം പടിഞ്ഞിരിപ്പുണ്ട്. കണ്ണ് രണ്ടും അടച്ചു പിടിച്ചിരിക്കുകയാണ്. സ്റ്റാൻലി കുറേ വിളിച്ചു നോക്കി. ഔതക്കുട്ടിച്ചായനും അലീനയും വിളിച്ചു നോക്കി. ഷെറിൻ ഇരുന്നിടത്ത് തന്നെ ഇരിക്കുകയാണ്. ഒരനക്കവുമില്ല. സ്റ്റാൻലി കറക്കച്ച സ്വരത്തിൽ ആജ്ഞാപിച്ചിട്ടും ഫലമുണ്ടായില്ല. ഷെറിന് കുഴപ്പമൊന്നുമില്ലെന്ന് കണ്ടപ്പോൾ അലീനയ്ക്ക് ആശ്വാസമായി. അവൾ സ്റ്റാൻലിയെയും ഔതക്കുട്ടിച്ചായനും സമാധാനിപ്പിച്ച് തിരിച്ച് റൂമിലേക്ക് പൊക്കോ എന്ന് പറഞ്ഞു. ഇപ്പോൾ എനിക്ക് സമാധാനമായി. റാണി ആൻറ്റിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ രണ്ടുപേരും പോയി കിടന്ന് ഉറങ്ങിക്കോ. അവൾ വാതിൽ തുറക്കാതെ നീ എങ്ങനെ മുറിക്കുള്ളിൽ കയറും? ഞാൻ തുറപ്പിച്ചോളാം പപ്പ. അവൾ തുറക്കില്ല. അനങ്ങാപ്പാറ പോലെ കണ്ണും അടിച്ചിരിക്കുന്നത് കണ്ടില്ലേ? വല്യപ്പച്ചനും പോയി കിടന്നോ? നീ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണോ ഞാൻ പോയി കിടക്കണ്ടേ? സാരമില്ല വല്യപ്പച്ച, എനിക്ക് പേടിയൊന്നുമില്ല. അലീന സ്റ്റാൻലിയെയും മൗതുക്കുട്ടിച്ചാണിയും നിർബന്ധിച്ച് ഉറങ്ങാൻ അയച്ചു. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അലീന വീണ്ടും ഷെറിനെ വിളിച്ചു. റാണി ആൻറ്റി, ആ വാതിലൊന്ന് തുറക്കുമോ? അകത്ത് നിന്ന് പ്രതികരണം ഒന്നും ഉണ്ടായില്ല കേട്ടോ. അലീന അല്പനേരം കൂടെ കാത്തു. എല്ലാവരും പോയി റാണി ആൻറ്റി, ഇപ്പോൾ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. വാതിലൊന്ന് തുറക്കൂ പ്ലീസ്, അലീന കെഞ്ചി. എന്നിട്ടും റാണിയുടെ ഭാഗത്തു നിന്ന് ഉത്തരമൊന്നും ഉണ്ടായില്ല. റാണി ആൻറ്റിയുടെ മോളെ പോലെയല്ലേ ഞാനും? എത്രയോ വർഷം ഓർഫനേജിൽ ജീവിച്ചിട്ട് വന്നവളാ. എന്നോടിങ്ങനെ ചെയ്യുന്നത് കഷ്ടമല്ലേ? ഇത്തവണ ഷെറിൻ തലതിരിച്ച് ജനാലയുടെ നേർക്ക് നോക്കിയട്ടോ. വാതിൽ തുറന്നില്ലെങ്കിൽ ഞാൻ പിണങ്ങും റാണി ആൻറ്റി. ഞാൻ പിണങ്ങിയ റാണി ആൻറ്റിയുടെ മോളെ എങ്ങനെ കണ്ടുപിടിക്കും? ആര് സഹായിക്കും? എനിക്കല്ലേ എല്ലാ രഹസ്യങ്ങളും അറിയൂ. ഷെറിൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. കുറേ തവണ അലീന കെഞ്ചി കഴിഞ്ഞപ്പോൾ ഷെറിൻ എഴുന്നേറ്റ് പോയി വാതിൽ തുറന്നു. അലീന വീടിനുള്ളിൽ കയറി. ആൻ്റപ്പൻ കോറിഡോറിൽ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഷെറിൻ മുറി തുറന്നു വന്ന് ഔതക്കുട്ടിച്ചായനോടും സ്റ്റാൻലിയോടും പറയാൻ അയാളെ ഏൽപ്പിച്ചിട്ട് അലീന മുറിയിലേക്ക് പോയി. ഷെറിൻ കട്ടിലിരിപ്പുണ്ടായിരുന്നു. അലീന വാതിലടച്ചിട്ട് അവളുടെ അരികെ ചെന്നിരുന്നു. ലൈറ്റ് അണയ്ക്കട്ടെ? വേണ്ട. അതെന്താ ലൈറ്റ് അണച്ചാ? ഞാൻ ആദ്യം ഉറങ്ങട്ടെ, അതിന് ശേഷം ലൈറ്റ് അണച്ചാൽ മതി. ഓക്കെ, അലീന സമ്മതിച്ചു. അവൾ ആദ്യം ഷെറിനെ പിടിച്ച് കിടത്തി. അലീന അവളോട് ചേർന്ന് കിടന്നു. വലത് കരം കൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു. എന്തിനാ വാതിലടച്ചിട്ടത്? അലീന ചോദിച്ചു. എനിക്കറിയില്ല. റാണി ആൻറ്റിക്ക് അറിയാം. എന്നോട് പറ. ഷെറിൻ പറയാൻ തുടങ്ങി. എന്നും അവരെന്നെ അകത്ത് പൂട്ടിയിടും. ഇന്ന് ഞാൻ എല്ലാവരും പുറത്ത് പൂട്ടിയിട്ടു. എൻ്റെ കാര്യം ഓർത്തില്ലായിരുന്നോ? ഓർത്തു, എന്നാലും പൂട്ടണമെന്ന് തോന്നി. ഞാൻ ശത്രുവല്ലല്ലോ, സഹായിക്കുന്നയാളല്ലേ. അതുകൊണ്ടാണ് ഞാൻ വാതിൽ തുറന്നത്. ഒരു ദിവസം ഞാൻ എല്ലാവരെയും വെളിയിലാക്കി വാതിലടയ്ക്കും, പിന്നെ ഒരിക്കലും തുറക്കില്ല. ആൻറ്റിയുടെ മോൾ വിളിക്കുമ്പോഴോ? അതിന് ഉത്തരമുണ്ടായില്ല കേട്ടോ. നമുക്ക് വാതിലൊന്നും അടച്ചിടേണ്ട, എല്ലാ വാതിലും തുറന്നിട്ടാൽ മതി. അലീന അവളുടെ ശിരസിൽ പതിയെ തലോടിക്കൊണ്ട് കിടന്നു. ഷെറിൻ ശാന്തമായി ഉറങ്ങി. അന്നു രാത്രി ഔതക്കുട്ടിച്ചായൻ പറഞ്ഞ പോലെ ഷെറിൻ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. രാവിലെ തന്നെ വിവരമറിയാൻ വേണ്ടി ഔതക്കുട്ടിച്ചായൻ അലീനയുടെ റൂമിലെത്തി. മോളെ, ഇന്ന് രാത്രി എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ? ഷെറിൻ എണീറ്റ് നടക്കുകയോ ലൈറ്റ് ഇടുകയോ നിന്നെ ദ്രോഹിക്കുകയോ എന്തെങ്കിലും ചെയ്തോ? ഇല്ല വല്യപ്പച്ച, വല്യപ്പച്ചൻ പറഞ്ഞ പോലുള്ള ഒരു പ്രശ്നങ്ങളും റാണി ആൻറ്റി ഉണ്ടാക്കിയില്ല. നല്ല അനുസരണയുള്ള കുട്ടിയായിരുന്നു. പെട്ടെന്ന് കിടന്നുറങ്ങി. നീ അവളോട് ചോദിച്ചില്ലേ ഇന്നലെ എന്തിനാ ഡോർ അടച്ചേന്ന്? ചോദിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞേ? നിങ്ങളോടൊക്കെ പകരം വീട്ടതാണെന്ന് പറഞ്ഞു. പകരം വീട്ടാനോ? എന്തിന്? റാണി ആൻറ്റി എപ്പോഴും നിങ്ങൾ പുറത്തുനിന്ന് പൂട്ടിയിടാറാണല്ലോ പതിവ്. അതുകൊണ്ട് ഇത്തവണ റാണി ആൻറ്റി അകത്തുനിന്ന് പൂട്ടി. കണ്ടോ, അവൾക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്ത് കൂട്ടുമെന്ന് കണ്ടറിയാം. അതൊക്കെ മനസ്സിന് സുഖമില്ലാത്തത് കൊണ്ട് ചെയ്യുന്നതല്ലേ വല്യപ്പച്ച. പഴയ റാണി ആൻറ്റി ഇങ്ങനെയായിരുന്നോ? നല്ല ഓജസ്സും തേജസ്സും ഒക്കെയുള്ള ചുറുചുറുക്കുള്ള ഒരു റാണി ആൻറ്റി ഉണ്ടായിരുന്നില്ലേ? നമുക്ക് ആ റാണി ആൻറ്റിയെ തിരിച്ചു കൊണ്ടുവരണ്ടേ? അതിന് നടക്കുമെന്ന് തോന്നുന്നില്ല അലീന. അവളെ എത്രമാത്രം ചികിത്സിച്ചു. ഇപ്പോഴും മരുന്ന് കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ? വല്യപ്പച്ച, റാണി ആൻറ്റിയെ ഫുൾ ടൈം റൂമിനകത്ത് അടച്ചിട്ട് കൃത്യസമയത്ത് മരുന്നും ഭക്ഷണവും കൊടുത്താലൊന്നും റാണി ആൻറ്റിയുടെ അസുഖം മാറില്ല. പിന്നെ പിന്നെ എന്ത് വേണമെന്ന് അലീന പറയുന്നേ? റാണി ആൻറ്റിയെ ചേർത്ത് പിടിക്കണം. റാണി ആൻറ്റി ഒറ്റയ്ക്കല്ല, കൂടി എല്ലാവരും ഉണ്ട് എന്നൊരു തോന്നൽ റാണി ആൻറ്റിക്ക് ഉണ്ടാവണം. സ്നേഹിക്കണം, സമാധാനം കൊടുക്കണം, സന്തോഷം കൊടുക്കണം. എങ്കിൽ മാത്രമേ റാണി ആൻറ്റിക്ക് പഴയ റാണി ആൻറ്റി ആവാൻ കഴിയുള്ളൂ.
ശരി, അലീനക്ക് അങ്ങനെ വിശ്വാസമുണ്ടെങ്കിൽ അതുപോലെ തന്നെ നടക്കട്ടെ. എന്തിനും ഏതിനും ഞാനും കൂടെയുണ്ട്. ഷെറിൻ ഉണർന്നു കഴിഞ്ഞപ്പോൾ അലീന ഷെറിനെയും കൂട്ടി അടുക്കളയിലേക്ക് പോയി. പൗലോസ് ഉണ്ടെങ്കിലും കിച്ചണിലെ ഉത്തരവാദിത്വം അലീന തന്നെയാണ്. എല്ലായിടത്തും അവളുടെ കണ്ണും കൈയും എത്തിയിരുന്നു. അലീന ഷെറിനെയും ജോലികളിൽ സഹകരിപ്പിച്ചു. എല്ലായ്പ്പോഴും അവളെ എൻഗേജ്ഡ് ആക്കുകയാണ് അലീനയുടെ ലക്ഷ്യം. സന്ധ്യാനേരങ്ങളിൽ അവളെയും കൂട്ടി പ്രാക്കൂടിനടുത്തുള്ള പുൽത്തടിയിൽ പോയിരുന്നു സംസാരിച്ചു. വീടിന് താഴെ കുന്നും ചെരുവിലും പുഴയോരത്തുമെല്ലാം പോയി. ഒരു ദിവസം തോട്ടത്തിലും അവർ ഒന്നിച്ചു പോയി. പക്ഷെ ഷെറിന് നായ്ക്കളെ ഭയങ്കര ഭയമായിരുന്നു. അലീനയുടെ അടുത്തേക്ക് നായ്ക്കൾ സ്നേഹത്തോടെ വരുമ്പോൾ ഷെറിൻ അവളുടെ പുറകിൽ ഒളിക്കും. അലീനയുടെ പരിചരണവും സ്നേഹപൂർണ്ണമായ പെരുമാറ്റവും വാത്സല്യവുമെല്ലാം ഷെറിൻ്റെ മാനസിക നിലയിൽ വലിയ സ്വാധീനം ചെലുത്തി. അവധക്കുട്ടിച്ചായൻ മുന്നറിയിപ്പ് നൽകിയിരുന്ന ഇളക്കത്തിൻ്റെ ലക്ഷണങ്ങൾ 2-3 തവണ മാത്രമേ ഷെറിൻ്റെ പെരുമാറ്റത്തിൽ പ്രകടമായി കണ്ടുള്ളൂ. ഒരു ദിവസം മുഴുവൻ അവൾ മറ്റൊരു മുറിയിൽ കയറി വാതിലടച്ചിരുന്നു. മറ്റൊരു രാത്രിയിൽ അവൾ അലീന അറിയാതെ മുറി വിട്ടിറങ്ങിപ്പോയി. ഒരു ദിവസം ഡ്രൈവർ ബൈജു എന്തോ ശബ്ദം കേട്ട് ഞെട്ടിയുണർന്നപ്പോൾ മുടിയഴിച്ചിട്ട് വെള്ളക്കുപ്പായം ധരിച്ച ഒരു യക്ഷി വരാന്തയിലൂടെ നീങ്ങുന്നത് കണ്ടു. പട്ടികൾ ഓരിയിടുന്നത് പോലെയുള്ള നിലവിളി കേട്ട് ആൻ്റപ്പനും രാജപ്പനും പൗലോസും ഉറക്കം ഞെട്ടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ നീണ്ട വരാന്തയുടെ നേർക്ക് കൈ ചൂണ്ടി എന്തോ പറയാൻ ശ്രമിച്ചുവെങ്കിലും ബൈജുവിന് ശബ്ദം കിട്ടിയില്ല. ആൻ്റപ്പനും രാജപ്പനും അവൻ കൈ ചൂണ്ടിയ ഭാഗത്തെല്ലാം ലൈറ്റിട്ട് നോക്കിയെങ്കിലും ഒന്നും കാണുവാനും കഴിഞ്ഞില്ല. ഒച്ചയും ബഹളവും കേട്ട് അലീനയും ഔതക്കുട്ടിച്ചാനും ഉണർന്നു. അലീന നോക്കിയപ്പോൾ റൂമിൽ ഷെറിൻ ഇല്ല. അലീന ഔതക്കുട്ടിച്ചായനെ മാറ്റി നിർത്തി ഷെറിൻ മുറിയിലില്ല എന്ന കാര്യം അറിയിച്ചു. അവർ രണ്ടുപേരും കൂടി വീടിൻ്റെ മറ്റു മുറികളിലും കോറിഡോറിലുമെല്ലാം തിരച്ചിൽ നടത്തി. ബൈജു ഒരു യക്ഷിയെ കണ്ട് പേടിച്ച് വിവരമറിഞ്ഞപ്പോൾ അത് ഷെറിൻ തന്നെയാണെന്നും ഇളം മഞ്ഞ നിറമുള്ള ഒരു നൈറ്റ് ഗൗണാണ് അവൾ രാത്രി ധരിച്ചിരുന്നതെന്നും അലീന വെളിപ്പെടുത്തി. വരാന്തകളിലും വീട്ടുവളപ്പിലും ഷെഡുകൾ സ്ഥിതി ചെയ്യുന്ന ഭാഗത്തും ഗാരേജിലുമെല്ലാം അവർ ഷെറിനെ തിരഞ്ഞു നടന്നു. ഒടുവിൽ കിച്ചണിലെ സ്റ്റോർ റൂമിൽ നിന്ന് അവളെ കണ്ടെത്തുകയും ചെയ്തു. അവൾ അലീനയോട് പിണങ്ങിപ്പോയതായിരുന്നു. അവൾ എപ്പോഴോ ഉണർന്നു നോക്കിയപ്പോൾ അലീന സുഖമായി ഉറങ്ങുന്നത് കണ്ട് പരിഭവിച്ച് മുറി വിട്ടിറങ്ങി. അലീന ഷെറിനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് മുറിയിലേക്ക് തിരികെ കൊണ്ടുപോയി. എന്നാൽ ബൈജു 4 ദിവസത്തോളം പനിച്ചു കിടന്നു. ഇതുപോലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നും ഷെറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലെന്ന് ഔതക്കുട്ടിച്ചായ തന്നെ സമ്മതിച്ചു. ഒരു ദിവസം ടിവിയിൽ സിനിമ കണ്ടിരിക്കുമ്പോൾ ഷെറിൻ പെട്ടെന്ന് TV ഓഫ് ചെയ്തു. അനാഥാലയത്തിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ശിശുവിൻ്റെ നിസ്സഹായതയും അനാഥരുടെ ജീവിതത്തിൻ്റെ ശോചനീയാവസ്ഥയുമായിരുന്നു ആ സിനിമയുടെ കഥാസാരം. അതെന്താ ആൻറ്റി നിർത്തിയത്? നല്ല സിനിമയായിരുന്നില്ലേ? അലീന ചോദിച്ചു. എനിക്ക് കാണണ്ട, എനിക്കത് കാണാൻ വയ്യ. ഷെറിൻ കട്ടിലിൽ കയറി കിടന്നു. സിനിമകളിൽ പോലും അവൾക്ക് അനാഥ കുഞ്ഞുങ്ങളുടെ മുഖം കാണാനുള്ള കരുത്തില്ലായിരുന്നു. ഓർഫനേജ് എന്ന ബോർഡ് കാണുമ്പോൾ തന്നെ നെഞ്ചിലൊരു കൊള്ളിയാൻ കത്തിപ്പുളയും. അത് സിനിമയല്ലേ ആൻറ്റി? ആ കുട്ടികളൊക്കെ അഭിനയിക്കാൻ വന്നവരല്ലേ? അവർക്കെല്ലാം അച്ഛനും അമ്മയും വലിയ വീടുകളും ഉണ്ടായിരിക്കും. അലീന അവളെ സമാധാനിപ്പിക്കുവാൻ ശ്രമിച്ചു. വേണ്ടെന്നേ, എന്നാലും എനിക്ക് കാണണ്ട. എനിക്കത് കാണാനുള്ള കരുത്തില്ല. എനിക്കെൻ്റെ മോളെ ഓർമ്മ വരും. ആൻറ്റിയുടെ മോളിപ്പോൾ അനാഥാലയത്തിലുണ്ടോ? ആരോ ദത്തെടുത്തോണ്ട് പോയി എന്നല്ലേ പറഞ്ഞേ? ആർക്കറിയാം അതൊക്കെ സത്യമാണോ എന്ന്? എല്ലാവരും കള്ളം പറയും. എൻ്റെ മോൾ മരിച്ചു പോയെന്ന് അപ്പച്ചൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്. മോളെ കാണാൻ ഓർഫനേജിൽ പോകുമ്പോൾ അവളോട് പറഞ്ഞു കൊടുത്തിരുന്നായിരുന്നോ ആൻറ്റി അവളുടെ സ്വന്തം അമ്മയാണെന്ന്? അവൾ അമ്മ എന്നല്ലേ വിളിച്ചിരുന്നത്? എനിക്കെൻ്റെ മോളെ കാണാൻ മാത്രമേ അനുവാദമുണ്ടായിരുന്നുള്ളൂ. ആദ്യം കണ്ടത് മുതൽ അവസാനമായി കണ്ടത് വരെ ഓരോന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. ഞാൻ ആദ്യം കാണുമ്പം അവളൊരു തുണിത്തൊട്ടിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. ഒരു കന്യാസ്ത്രീ തൊട്ടിൽ വിടർത്തിപ്പിടിച്ച് എന്നോട് പറഞ്ഞു ശബ്ദമുണ്ടാക്കരുതെന്ന്. ഉണർന്നാൽ കുറേ നേരം കരയുമെന്നും പറഞ്ഞു. ഞാൻ എൻ്റെ മോളെ കണ്ടു. മോളെ എന്ന് അറിയാതെ പതിയെ വിളിച്ചുപോയി. അവളത് കേട്ടെന്ന് എനിക്ക് തോന്നി. ഒരു പതുങ്ങിയ ചിരിയുണ്ടായിരുന്നു. ഉറക്കത്തില. എനിക്ക് കരച്ചിൽ വന്നു. അപ്പോഴേക്കും കന്യാസ്ത്രീ തൊട്ടിൽ വിടർത്തിപ്പിടിച്ചിരുന്നത് വിട്ടു. കണ്ടത് മതിയെന്ന് പറഞ്ഞു. ഷെറിൻ്റെ തൊണ്ടയിടറി. അവളുടെ കൺപീലികൾ നനഞ്ഞു. അലീനയുടെയും കണ്ണുകൾ നിറഞ്ഞു. അവളും ഇത്തരം രംഗങ്ങൾക്ക് ദൃക്സാക്ഷിയായിട്ടുണ്ട്. എനിക്ക് അവിടുന്ന് പോരാൻ ഒട്ടും മനസ്സ് വന്നില്ല. ഞാൻ അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിന്നു. എൻ്റെ മോള് കരഞ്ഞെങ്കിൽ ഒന്നെടുക്കാമല്ലോ എന്നുപോലും ഞാൻ ഓർത്തുപോയി. കരയണേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോഴേക്കും അപ്പച്ചൻ വന്ന് പറഞ്ഞു പോകാമെന്ന്. എൻ്റെ ദൈവമേ, അന്ന് തോന്നിയ വിഷമം! ഷെറിൻ വിതുമ്പിക്കൊണ്ട് കണ്ണ് രണ്ടും തുടച്ചു. തിരിച്ചു പോന്നപ്പോൾ ഞാൻ കാറിലിരുന്ന് കരഞ്ഞു. അപ്പച്ചൻ എന്നെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു. അതൊന്നും എൻ്റെ ചെവിയിലോട്ട് കയറിയതുപോലുമില്ല. എൻ്റെ മോളുടെ മുഖമായിരുന്നു മനസ്സ് നിറയെ. ഞാൻ എത്ര രാത്രി ഉറങ്ങാതിരുന്ന് കരഞ്ഞു. പിന്നെയും ഞാൻ പലവട്ടം കണ്ടു. ഒരു തവണ ഞാൻ ചെല്ലുമ്പോൾ അവൾ കമിഴ്ന്ന് കിടക്കുകയാ. ആളനക്കം കണ്ട് അവൾ കൈകൾ നിലത്തൂന്നി തലപൊക്കി നോക്കി. ആരൊക്കെയോ വന്നിരിക്കുന്നത് കാണാൻ വയ്യ. ഞാൻ എടുക്കാൻ ചെന്നപ്പോഴേക്കും അപ്പച്ചൻ കയ്യിൽ കയറി പിടിച്ച് തടഞ്ഞു. അവൾ ഞങ്ങളെ മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു. ഷെറിൻ കണ്ണുകൾ തുടച്ചുകൊണ്ട് വീണ്ടും തുടർന്നു. പിന്നീടൊരിക്കൽ ഞാൻ ചെന്നപ്പോൾ അവൾ മുട്ടിന്മേൽ നീന്തുന്നുണ്ടായിരുന്നു. നിലത്ത് കാൽമുട്ടിടിച്ച് നല്ല വേഗത്തിൽ അവൾ പാതി വഴി വരെ വന്നു. അവിടെ സംശയിച്ചിരുന്നു. ഞങ്ങളെ നോക്കി. അടുത്തേക്ക് വരാൻ വേണ്ടി ഞാൻ കൈ നീട്ടിയപ്പോൾ അവൾക്ക് എന്നെ പരിചയമില്ല. പിന്നീട് 2-3 തവണ അവിടെ ചെന്നപ്പോഴൊക്കെ അവളിൽ ഓരോ മാറ്റങ്ങൾ എനിക്ക് കാണാൻ സാധിച്ചു.
കല്യാണത്തിന് മുൻപാ ഞാൻ അവസാനമായിട്ട് എൻ്റെ മോളെ കണ്ടത്. ഞാൻ ചെല്ലുമ്പം അനാഥ കുട്ടികളെയെല്ലാം അത്താഴത്തിന് ഇരുത്തിയിരിക്കുക. നിലത്ത് ഒറ്റ ലൈനായിട്ട് ഇരിക്കുന്നവരുടെ ഇടയിൽ എൻ്റെ മോൾ. അവളുടെ മുൻപിൽ ഒരു സ്റ്റീൽ പാത്രം. ഒരു കന്യാസ്ത്രീ പാത്രത്തിലേക്ക് ചൂടുകഞ്ഞി കോരി ഒഴിക്കുന്നുണ്ട്. എൻ്റെ മോൾ അത് നോക്കിയിരിക്കുക. എൻ്റെ മോളുടെ മുൻപിലും അവരെത്തി. അവളുടെ പാത്രത്തിലും കഞ്ഞി കോരിയിട്ടു. കുറച്ച് പയറുതോരനുമുണ്ട്. അവൾക്ക് സന്തോഷമായി. വിളമ്പിക്കൊടുത്ത കന്യാസ്ത്രീയെ നോക്കി അവൾ ചിരിച്ചു. എന്നിട്ട് കുഞ്ഞു കൈകൊണ്ട് വാരി കഴിക്കാൻ തുടങ്ങി. ആ കാഴ്ച എനിക്ക് മറക്കാൻ പറ്റില്ല. എൻ്റെ മരണം വരെ ഷെറിൻ ഏങ്ങലടിച്ച് കരഞ്ഞു. അലീനയും ഷെറിൻ്റെ കൂടെ കരഞ്ഞുപോയി. എന്നിട്ട് പറഞ്ഞു, സാരമില്ല, നമുക്ക് അവളെ തിരിച്ചു കിട്ടും. അങ്ങനെ വിശ്വസിക്ക്. 2 വയസ്സുവരെ വളർത്തിയ കുഞ്ഞിൻ്റെ ജീവൻ ആരെങ്കിലും മനഃപൂർവ്വം നശിപ്പിക്കോ? അതിന് അനാഥാലയം നടത്തുന്നവർ കൂട്ടുനിൽക്കോ? ഒരിക്കലുമില്ല. അവൾ ഈ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടാവും. അലീന സാന്ത്വനിപ്പിച്ചു. അപ്പച്ചൻ പറഞ്ഞ പോലെ എന്തെങ്കിലും രോഗം വന്ന് അതെനിക്ക് ഓർക്കാൻ പോലും വയ്യ അലീന. അവളില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നേ? എല്ലാം ശരിയാവും റാണി ആൻറ്റി, ഞാനില്ലേ കൂടെ? അലീന അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കെൻ്റെ മോളെ കിട്ടിയുമില്ല. വേറൊരാളുടെ ജീവിതം ഞാൻ നശിപ്പിക്കുകയും ചെയ്തു. ആരുടെ ജീവിതം? ടോണിച്ചായൻ്റെ. ആൻറ്റി എന്തിനാ അങ്ങനൊരു കല്യാണത്തിന് സമ്മതിച്ചത്? എനിക്ക് വേറൊരു നിവൃത്തിയുമില്ലായിരുന്നു. കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ ഇനി ഒരിക്കലും എൻ്റെ മോളെ കാണിച്ചു തരില്ലെന്ന് പറഞ്ഞു. ആരാ ആൻറ്റിയോട് അങ്ങനെ പറഞ്ഞേ? ഔസേപ്പച്ചായൻ. നിന്റെ കുഞ്ഞിനെ വളർത്തുന്ന പോലെ തന്നെ ഇല്ലാതാക്കാനും ഞങ്ങൾക്ക് പറ്റുമെന്നാ പറഞ്ഞ്. ഞാനപ്പോൾ പേടിച്ചുപോയി. ടോണിച്ചായൻ എങ്ങനെയുള്ള ആളായിരുന്നു? ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നോട്. കല്യാണം കഴിഞ്ഞ് എന്നെ കുവൈറ്റിലോട്ട് കൊണ്ടുപോയി. ഞാനും പുറമെ വലിയ സന്തോഷമൊക്കെ ഭാവിക്കുമെങ്കിലും ഒറ്റയ്ക്കാകുമ്പോൾ വല്ലാത്തൊരു പേടിയാ. ആ പാവത്തിനെ ചതുക്കിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ നെഞ്ചു പൊടിയും. ഞാൻ കുളിമുറിയിൽ പോയി വാതിലടച്ചിരുന്ന് കരയും. ഒരു വശത്ത് ടോണിച്ചായനെ ചതിച്ചല്ലോ എന്നുള്ള വിഷമം, മറ്റൊരു വശത്ത് എൻ്റെ മോളൊരു അനാഥാലയത്തിൽ ഒരു പാത്രം കഞ്ഞിക്ക് വേണ്ടി അനാഥ കുട്ടികളുടെ ഇടയിൽ ഇരിക്കുകയാണല്ലോ എന്നുള്ള വേദന. എനിക്കറിയാം, എനിക്ക് മനസ്സിലാവുന്നുണ്ട് റാണി ആൻറ്റി. എൻ്റെ ഏത് ആഗ്രഹം സാധിച്ചു തരാൻ ടോണിച്ചായൻ ഒരുക്കമായിരുന്നു. എന്നോട് എപ്പോഴും പരാതി പറയും, നീ എന്തുകൊണ്ടാ മോളെ ഒന്നും ചോദിക്കാത്തതെന്ന്. ഞാനൊരാവശ്യവും പറഞ്ഞിട്ടില്ല. എന്നെക്കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ സ്നേഹിച്ചു. സ്നേഹത്തിൽ പൊതിഞ്ഞു കൊടുക്കുന്നത് വഞ്ചനയാണെന്നറിയാം. എന്നാലും അതെങ്കിലും ഞാൻ ചെയ്യണ്ടേ? മോളെ കാണാതെ 1.5 വർഷം ഞാൻ എങ്ങനെയോ പിടിച്ചു നിന്നു. ടോണിച്ചായൻ്റെ കൂടെ നാട്ടിൽ വന്നാൽ മോളെ സൗകര്യമായി കാണാൻ പറ്റിയില്ലെങ്കിലോ എന്ന് കരുതി ഞാൻ ഇല്ലാത്ത ഒരസുഖത്തിൻ്റെ പേരും പറഞ്ഞ് നേരത്തെ നാട്ടിലെത്തി. അപ്പോഴാ അറിഞ്ഞത് അവളെ ആരോ അഡോപ്റ്റ് ചെയ്തെന്നും പിന്നെ അസുഖം പിടിച്ച് മരിച്ചുപോയെന്നും. വിശ്വാസം വരാതെ ഞാൻ ഓർഫനേജിൽ ചെന്ന് അന്വേഷിച്ചു. ബാക്കിയെല്ലാം എനിക്കറിയാം, അലീന പറഞ്ഞു. പിന്നീട് ഞാൻ അനുഭവിച്ച മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് പറയാൻ അറിയില്ല. ടോണിച്ചായൻ അവധിക്കെത്തിയപ്പോൾ തന്നെ ഞാൻ ആകെ മാറിപ്പോയി. എനിക്ക് ആ കൂടെ പോകണമെന്നോ ഒന്നിച്ച് ജീവിക്കണമെന്നോ ആശയില്ലായിരുന്നു. മരിച്ചാൽ മതി. എന്നിട്ടും അവധി കഴിഞ്ഞ് ടോണിച്ചായൻ പോയപ്പോൾ എനിക്ക് കൂടെ പോകേണ്ടി വന്നു. എനിക്കെന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. എനിക്കെൻ്റെ മോളെ കാണണമെന്ന് ഞാൻ ടോണിച്ചായനോട് പറഞ്ഞുവെന്നാണ് പിന്നീട് അറിഞ്ഞത്. ടോണിച്ചായൻ എന്നെയും കൂട്ടി പൊന്നൂരിലെത്തി. അപ്പച്ചനോടും ആങ്ങളമാരോടും കാര്യം എന്താണെന്ന് അന്വേഷിച്ചു. ടോണിച്ചായൻ്റെ അടുത്ത് നുണ പറഞ്ഞിട്ടൊന്നും ഫലമില്ലായിരുന്നു. ഒടുവിൽ അവർക്ക് സത്യം തുറന്ന് പറയേണ്ടി വന്നു. ടോണിച്ചായൻ പിന്നീട് ഒരിക്കലും എന്നെ കാണാൻ വന്നില്ല. ഷെറിൻ ദീർഘനിശ്വാസം എടുത്തു. അല്പസമയം മിണ്ടാതെ കിടന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ആശ്വാസമാണ് തോന്നിയത്. ഇനി ടോണിച്ചായനെ വഞ്ചിക്കേണ്ടി വരില്ലല്ലോ എന്നോർത്ത്. ടോണിച്ചായൻ ചെറുപ്പമാ, കാണാനും നല്ലയാളാ, സ്വഭാവം വളരെ നല്ലതാ. വേറൊരു കല്യാണം കഴിച്ച് ജീവിച്ചോട്ടെ. ടോണിച്ചായൻ എന്നെ ഉപേക്ഷിച്ചതോർത്ത് എനിക്കൊരു വിഷമവും ഇല്ല. പാവം, രക്ഷപ്പെട്ടു പോയിക്കോട്ടെ. അല്ലെങ്കിലും എന്നെ ഓർത്ത് എനിക്കൊരു വിഷമവും ഇല്ല. എൻ്റെ മോളാ എൻ്റെ കണ്ണുനീര്. ഷെറിൻ്റെ സ്വരം കണ്ണീരിൽ അലിഞ്ഞു താണു. അലീന പിന്നെ ഒന്നും മിണ്ടിയില്ല. പാവം ഉറങ്ങട്ടെ എന്ന് കരുതി തലോടിക്കൊണ്ട് കിടന്നു. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. മറ്റൊരു ഭാഗവുമായി വീണ്ടും വരാം. ബായ്.